ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ശബരിമല വികസനം മാത്രമാണ് ബോർഡിന്റെ ലക്ഷ്യം. സംഗമത്തിന് SNDPയും NSSും വലിയ പിന്തുണയാണ് നൽകുന്നത്. ബദൽ സംഗമം ആർക്കും നടത്താമെന്നും പ്രശാന്ത് പറഞ്ഞു. കഴിഞ്ഞ 70 ദിവസത്തെ മണ്ഡലമകരവിളക്ക് മഹോത്സവം ഇതാരാ നടത്തിയത്? ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ്. പക്ഷേ ദേവസ്വം ബോർഡിന് മാത്രമായി സംഘടിപ്പിക്കാൻ സാധിക്കുമോ? ഞങ്ങൾ ദേവസ്വം ബോർഡ് നടത്തുന്നു, സർക്കാർ പിന്തുണയ്ക്കുന്നു, സർക്കാർ സംവിധാനം ഒരുക്കുന്നു. അതിനപ്പുറം ഇതിനെ മറ്റൊന്നായി കാണേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഇതൊരു ശബരിമലയുടെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ശബരിമലയുടെ വികസനം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ആകെ വികസനമാണ്. അവിടേക്ക് ഭക്തജനങ്ങൾ വരണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം. അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല. RB സനൂപ് ചേരുന്നു. സനൂപ്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നതിലെ രാഷ്ട്രീയ ലക്ഷ്യം പ്രതിപക്ഷമെല്ലാം ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യമാണ്. പൊതുവെ അത്തരത്തിലൊരു ചർച്ചയും നടക്കുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിക്കുന്നത്? ഒപ്പം തന്നെ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട് BJP ഒരു പരിപാടി സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നു. അതിൽ പ്രതികരണം എങ്ങനെയാണ്? ധന്യ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും തന്നെയില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയല്ല 20-ാം തീയതി പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നം മാത്രമാണ് ഉണ്ടായത്. അത് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയമായിപ്പോയി എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അത് ഇത് വെച്ചുകൊണ്ടല്ല, പകരം ശബരിമലയുടെ വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. അത് ശബരിമലയ്ക്കും വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോ ഈ ബദൽ സംഗമം കൂടി അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു ബദൽ സംഗമം നടത്താൻ അതിന് BJPയുടെ പിന്തുണയോ ആരുടെ പിന്തുണയോ ഉണ്ടെങ്കിലും പ്രശ്നം അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണെന്നുള്ള കാര്യമാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ ആദ്യം ക്ഷണിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല എന്നുകൂടി ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും NSSന്റെയും SNDPയുടെയും വലിയ പിന്തുണ ആഗോള അയ്യപ്പ സംഗമത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് വലിയ കാര്യമായി തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഉയർത്തി കാണിക്കുന്നത്. തന്നെയാണ്. ശരി.